നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് സൽസ്വഭാവം എന്ന് പറയുന്ന കാര്യം. നമുക്കറിയാലോ, നമ്മളിലേക്ക് ജനങ്ങൾ അടുക്കുവാനും അതേപോലെ തന്നെ നമ്മളിൽ നിന്ന് മനുഷ്യന്മാർ അകന്നു പോകാനും കാരണമാകുന്നത് നമ്മുടെ സ്വഭാവത്തിൻ്റെ മഹത്വം കാരണം സ്വഭാവത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ കൊണ്ടുമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്ക്. നമ്മൾ തന്നെ ഒരു മനുഷ്യനെ എപ്പോഴാണ് ഇഷ്ടപ്പെടുക? ആ മനുഷ്യൻ്റെ സ്വഭാവം നന്നാവുമ്പോഴാണ്, അല്ലേ? എന്നാൽ നേരെ മറിച്ച് ഒരു വ്യക്തിയുടെ ദൂഷ്യ അല്ലെങ്കിൽ മോശമായ സ്വഭാവമാണെങ്കിലോ നമ്മൾ ആ മനുഷ്യനിൽ നിന്ന് അകന്നു പോകും. ഇതേപോലെ തന്നെയാണ് മനുഷ്യന്മാരും നമ്മളിൽ നിന്ന് അകലാനും അതേപോലെ തന്നെ അടുക്കാനുമുള്ള കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, അള്ളാഹു റസൂൽ തന്നെ പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗത്തിലേക്ക് പോകാൻ കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഒന്ന് അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം, രണ്ടാമത് സൽസ്വഭാവം ആണ് എന്നുള്ളതാണ്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തന്നെ പറയുന്നുണ്ടല്ലോ, ആയിഷ ബീവി പറയുന്നതാണ്, അള്ളാഹുവിൻ്റെ റസൂൽ പുഞ്ചിരിക്കുന്നത് പോലെ പുഞ്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന്. അത്രമാത്രം നല്ല മനുഷ്യനായിരുന്നു മുഹമ്മദ് നബി എന്നുള്ളത്. അതേപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതേ, നമ്മളെ വേദനിപ്പിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അതൊക്കെ എന്താ വെച്ചിട്ടാ നമ്മൾ തിരിച്ച് വേദനിപ്പിക്കാൻ നിൽക്കരുത്. അതൊക്കെ അള്ളാഹി ഓരായി. എന്തുകൊണ്ടറിയാം നമ്മൾ തിരിച്ചൊരു മനുഷ്യനെ വേദനിപ്പിക്കരുതെന്ന് പറയണത്? ഒരാൾ നമ്മളെ വേദനിപ്പിച്ചപ്പോൾ നമുക്ക് എത്രമാത്രം സങ്കടം അനുഭവപ്പെട്ടു എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം, അല്ലേ? എന്നാൽ അതേപോലെ മറ്റുള്ള ആളും ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ സങ്കടപ്പെടും എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് അനുഭവപ്പെട്ട ആ പ്രയാസം ഉണ്ടല്ലോ, അത് മറ്റുള്ളവർക്ക് ഉണ്ടാവരുത് നമ്മൾ ആഗ്രഹിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും അവരെ സഹായിക്കുവാനും അവരുടെ ജീവിതത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം നമുക്കുണ്ടാവുള്ളൂ. നമ്മളെപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അള്ള പറഞ്ഞതുപോലെ ജീവിച്ചാൽ അള്ള നമുക്കെന്നും ഉണ്ടാവും. ആര് ഈ ലോകത്തില്ലെങ്കിലും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും പടച്ചവൻ എന്ന് പറയുന്ന നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ ഒപ്പമുള്ള കാലത്തോളം നമ്മളൊന്നും പേടിക്കണ്ട. കാരണം അള്ള തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹു നിങ്ങൾക്കൊരു പോം വഴി ഉണ്ടാക്കി തരുന്ന. പിന്നെന്തിനാ നമുക്ക് പേടി? അതുകൊണ്ട് നല്ല മനുഷ്യന്മാരായി ജീവിക്കുക.